ബ്രൈഡൽ ഡിസൈനിങ്ങിൻ്റെ 4ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹെക്സഗൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ലൈനിങ്ങും കൊടുത്തിട്ട് കേട്ടോ. അപ്പം നമുക്കത് 2 കളറിലാണ് ഞാനിത് കൊടുക്കുന്നത്. ഒന്ന് ഗോൾഡൻ കളറിലും ഒന്ന് ഗ്രീൻ കളറിലുമാണ് ഹെക്സഗൺ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹെക്സഗൺ ഷേപ്പ് ഫസ്റ്റ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. ഹെക്സഗൺ ഷേപ്പ് എന്ന് വെച്ചാൽ 6 ഭാഗങ്ങളുള്ള കേട്ടോ. 6 വശങ്ങളുള്ള ഒരു കോൺ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 6 വശങ്ങളും ഇതുപോലെ ലൈനിങ്ങിൽ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് കൊടുക്കാതെ ഇത് നെറ്റിൽ മാത്രമായിട്ട് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങനെ ഇതിൽ കൊടുക്കാം, സ്ലീവിൽ കൊടുക്കാം, അവിടെ കട്ട് ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കാണുന്ന തരത്തിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഇത് ഞാനിപ്പോൾ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി കളർ ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ഗോൾഡൻ കളറിലും അതുപോലെ ഗ്രീൻ കളറിലും ആണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. പിന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് അടിച്ചതിന് ശേഷം മറിച്ച് കൊടുക്കുകയാണ് നമ്മൾ. കട്ട് ചെയ്തതിന് ശേഷം മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അത് ഉള്ളിലോട്ടാക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ കൊടുക്കണം. ആ ഒരു കോണ് ഭാഗം, ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു 6 ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു 6 ഭാഗത്തും നമ്മൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സ്ലീവുമ്മേ 3 പീസായിട്ടാണ് വരുന്നത്. 3 പീസാണ്, ഇങ്ങനത്തെ ഒരു 3 പീസായിട്ടാണ് വെക്കുന്നത്. 2 ഗോൾഡും ഒരു ഗ്രീനും ആയിട്ടാണ് വെക്കുന്നത്. ഇത് നമ്മുടെ ഒരു റെഫറൻസ് പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു ബോഡി പാർട്ടും വേറെ സ്ലീവിൻ്റെ പാർട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ബ്രൈഡൽ വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 6 പീസാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവ് ഞാനിവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പിൻ്റെ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ അളവ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഒന്ന് നല്ല വശത്തോട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്, ചീത്ത വശത്തോട്ടല്ല. സാധാരണ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടല്ലേ മടക്കാറ്. ഇത് നമ്മൾ നല്ല വശത്ത് ഒരൊറ്റ മടക്കാണ് കൊടുക്കുന്നത്, നല്ല കട്ടിയിൽ മടക്കുന്നില്ല. ഇനി അവിടെ നമുക്ക് ലേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കാണൂല കേട്ടോ. നല്ല വശത്തോട്ടാണ് മടക്കുന്നത്. ലൈനിങ് പീസും നല്ല തുണിയും ഒപ്പം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിൽ ലേസ് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഷോളിൽ എടുത്തിട്ടുള്ള ആ വീതിയുള്ള ലേസ് ഉണ്ടല്ലോ, സ്കാലപ്പ് പോലെയുള്ള ആ ഒരു ലേസാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തുമ്പിൻ്റെ ഭാഗത്ത് കേട്ടോ, താഴെ വരുന്ന ആ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്, ഈ ലേസ് കൊടുക്കുന്നത്, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹെക്സഗൺ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്ലീവിലും നമ്മളിതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ചെയ്ത് പോയിക്കോളൂ. 2 സ്ലീവിലും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈസിൽ നിന്നും 2.5 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അളവിലാണ് നമ്മൾ ഹെക്സഗൺ കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ സെൻറ്റർ അടയാളപ്പെടുത്തണം. സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെയാണ് നമ്മൾ ഗ്രീന് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് മുകളിൽ നമ്മുടെ സെൻറ്ററിൻ്റെ ഭാഗത്ത് ആ ഒരു കോണ് വരണം കേട്ടോ. മുകൾ ഭാഗം താഴെ ഭാഗം വരുന്ന ആ ഒരു കോണ് വരണം. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. എന്നാലേ ആദ്യം നമുക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം.
മൂന്നും ആദ്യം തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. എന്നെങ്കിലാണ് നമുക്ക് മാറ്റം വരുത്താനൊക്കെ പറ്റുള്ളൂ. ഫസ്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നിൽക്കരുത്. ആദ്യം പിൻ ചെയ്ത് കൊടുക്കുക, മൂന്നും പിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ സ്ലീവിൻ്റെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വർക്ക് നമുക്കതിൽ വന്നപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് പ്ലെയിൻ പ്ലെയിൻ സ്ലീവ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു ബ്രൈഡലിൻ്റെ വർക്കാണ്. അത്യാവശ്യം ഹെവി ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.